ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു പൈനാപ്പിൾ പച്ചടി ആയാലോ? ഇത് പൈനാപ്പിളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പൈനാപ്പിൾ, പഴം, മുന്തിരി, തേങ്ങ, പഞ്ചസാര, ഉപ്പ്, ജീരകം, കടുക്, തൈര്, ഇത്രയും നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കിത് ആദ്യം ഫസ്റ്റ് പൈനാപ്പിളും പഴവും കൂടി കുക്ക് ചെയ്യാം. ഒരു 2 വിസിലടിപ്പിക്കുക. പൈനാപ്പിളും പഴവും കൂടി ചേർത്തിട്ട് 2 വിസിൽ. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് മധുരപ്പച്ചടി എന്നും പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ്. ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന്മാരാണ് ഭയങ്കരമായിട്ടും കഴിക്കുന്ന ആൾക്കാരിത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് നമ്മൾ തേങ്ങ ഇട്ടു, 2 മണി കുരുമുളകും കടുകും ജീരകവും ചേർത്തു. കടുക് ഇത്ര അരയേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചതച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടിയിട്ട് ചെയ്യുന്നത്. ഇത് ഒരു അരമണിക്കൂറിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അത് അരച്ചെടുത്തു. നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ചതഞ്ഞ് പരിവാ മാത്രം മതി. ഇനി ഇത് അരപ്പ് നമുക്ക് ഒഴിച്ചു. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിതിലില്ല. വെള്ളം വേണ്ട, ഒരു സെമി ഗ്രേവി പോലെയാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് കുക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കുന്നുണ്ട്. ആ വെള്ളം വറ്റിച്ച് അപ്പോൾ കുറച്ചുകൂടി പൈനാപ്പിൾ ഇട്ടു, നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടു. ഇനി നമുക്കിത് ഇറക്കി വാങ്ങി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ബാക്കിയുള്ള മുന്തിരി ലാസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് താളിച്ചൊഴിക്കാൻ മുന്തിരിയൊക്കെ ലാസ്റ്റ് അതിന് മുകളിൽ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റാണ് മുന്തിരി ശരിക്കും ആഡ് ചെയ്യുമ്പോൾ ആ മുന്തിരി കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, താളിച്ച് നമ്മൾ ഒഴിച്ചു. ഏറ്റവും ടേസ്റ്റ് നല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്, അഭിപ്രായം പറയണേ. ബായ്.